ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ്മാരാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തായിരുന്നു ഒരു രസം അല്ലേ? ഇന്ന് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഫോളായിരുന്നു. ഒരു എന്താ പറയുന്ന പോസിറ്റീവ് മൊമെൻറ്റം തരാതെ വൺ വേ റാലി എന്ന് തന്നെ പറയാം. വൺ വേ റാലി. അപ്പോൾ ഇത് എത്ര പേർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാപ്ചർ ചെയ്ത വഴി ഒന്ന് പറഞ്ഞുതരാം. ആ വഴി പറയുന്നതിന് മുന്നേ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്നലെ എൻ്റെ വീക്കിലി അനാലിസിസിൽ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ വീക്കിലി അനാലിസിസ് കണ്ടവർക്ക്, മൊത്തമായിട്ട് കണ്ടവർക്ക്, ലെവൽ തപ്പിപ്പോയവരല്ല, ലെവലും മേടിച്ചുകൊണ്ട് ഓടിപ്പോയവരല്ല, ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് കണ്ടവർക്ക് നല്ല രീതിയിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ട്രേഡിലോട്ട് നമുക്ക് വരാം. ഇന്നത്തെ ട്രേഡ് എന്താണ്? രാവിലെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ്, ചെറിയൊരു നെഗറ്റീവിൽ 25-30 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, ഒന്ന് താഴോട്ട് വന്നു, തിരിച്ച് കയറി ഇല്ലേ? തിരിച്ച് കയറി എവിടെയാണ് ഓപ്പണിംഗ് ലെവലാണ് ഈ ഡോട്ടഡ് ലൈൻ. ഓപ്പണിംഗ് ലെവലിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. വീണ്ടും അതേ ലെവലിൽ നിന്ന് എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒന്ന് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ താഴെ തന്നെയാണ് എന്താണ് ക്ലോസിങ് കിട്ടിയത് ഇല്ലേ? അതിനുശേഷം വീണ്ടും അടുത്ത ക്യാൻഡിൽ നോക്കിയാൽ നല്ല ഡ്രാസ്റ്റിക്കായിട്ട് ഒരു ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ വീണു. അപ്പം നമുക്ക് കാര്യം മനസ്സിലായി, മാർക്കറ്റ് എന്താണ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. ആ ഒറ്റ ക്യാൻഡിൽ, ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ, കാരണം മൊത്തത്തിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിലുമായിരുന്നു, നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലുമായിരുന്നു ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ അടുത്ത ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന അടുത്ത ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് ഇല്ല, പക്ഷേ ഞാൻ ഈ ക്യാൻഡിൽ ട്രേഡ് എടുത്തു. അത് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കൺവിക്ഷനും കൊണ്ട് ഞാൻ എടുത്തു. അത് ഇതിനകത്ത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. കൃത്യമായിട്ട് ഒരു എൻട്രി പോയിൻ്റ് ഇവിടെ ഉണ്ട് ഇല്ലേ? കറക്റ്റ് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസിങ് കിട്ടി. ചെറിയ ക്യാൻഡിലാണ്, എല്ലാം കൊണ്ടും പെർഫെക്ഷനാണ്. പ്രീവിയസ് ക്യാൻഡിൽ കൺഫർമേഷനുമാണ് ഇല്ലേ? അഥവാ നിങ്ങൾ പിന്നെ SL അടിക്കുവാണെങ്കിലും ഇതിൻ്റെ ടോപ്പായിരിക്കും SL, അല്ലെങ്കിൽ ഇവിടോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് SL വെച്ചിട്ട് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞു. അതിനുശേഷം അടുത്തത് ഞാനൊരു പ്രൈസ് ആക്ഷൻ വരച്ചിട്ടായിരുന്നു ഇവിടെ. പ്രൈസ് ആക്ഷൻ ഇപ്പോൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രൈസ് ആക്ഷൻ വരച്ച എന്താണ്? മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യാൻ ശ്രമിച്ചു ഇല്ലേ? റീബൗണ്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും റീബൗണ്ട് ചെയ്ത് കൺഫർമേഷൻ കിട്ടണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെവലിൻ്റെ മുകളിൽ പോകണം ഇല്ലേ? അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ പോയി മുകളിലോട്ട്. പക്ഷേങ്കിൽ അത് പോയ പോലെ തന്നെ നേരെ തിരിച്ചു വന്നു, ഒരു റിജക്ഷനായിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ റിജക്ഷനായിട്ട് ക്ലോസ് ചെയ്തപ്പം ഈ ക്യാൻഡിൽ വേണമെങ്കിൽ ആസ് പെർ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഈ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അതിൻ്റെ SL എവിടെയാണ്? ഇതിനകത്ത് ഈ വിക്കാണ് അതിൻ്റെ SL. ക്ലിയർ അല്ലേ? അതിനുശേഷം അടുത്ത ക്യാൻഡിൽ നോക്കി. അടുത്ത ക്യാൻഡിൽ തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വിത്ത് റിജക്ഷൻ താഴ്ന്ന മുകളിലോട്ടാണ്. പക്ഷേങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ മുകളിലല്ല ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഉണ്ട ഉരുട്ടി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും നമ്മൾ ചാർട്ടിനകത്തിൽ എക്സ്പെർട്ടൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നത്. അല്ലാതെ നമ്മളൊരു പ്രൈസ് ആക്ഷൻ പഠിച്ചു എന്നും ബിഗിനറിനെ പോലെ ഇരിക്കാനല്ല. എന്നും പാല് കുടിച്ചാണ് കൊച്ചു ജീവിക്കുന്നത് അല്ല. ഓരോ ദിവസം കഴിയും തോറും പൊടിക്കൊച്ചായിരുന്നോ പാല് കുടിക്കും, അതിനുശേഷം ചെറിയ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കും. അങ്ങനെയാണ് ഒരു കുഞ്ഞ് വളരുന്നത്. ഒരു ട്രേഡറും വളരുന്നത് അങ്ങനെയാണ്. അല്ല എന്നും ബിഗിനർ എന്നും പ്രൈസ് ആക്ഷൻ കറക്റ്റ് അതുപോലെ വന്നെങ്കിലേ ചെയ്യാവൂ, അങ്ങനെയല്ല. നമ്മൾ ഓരോ ദിവസവും ചാർട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, എക്സ്പെർട്ടൈസ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ SL അടിച്ചിട്ടില്ല. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഒരു ക്ലോസിങ് കിട്ടിയത് എവിടെയാണ്? നമ്മുടെ ഈ ലൈനിൻ്റെ താഴെയാണ് ഇല്ലേ? അതിനുശേഷം അപ്പം നമുക്ക് ഇവിടെയാണ് ഫസ്റ്റ് ട്രേഡ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ക്യാൻഡിലാണ് ട്രേഡ്. കാരണം നമുക്ക് അടുത്ത കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്കൊരു പ്രോപ്പർ SL ഉണ്ട് ഇല്ലേ? അതിനുശേഷം നോക്കിക്കേ. ഇനി ഇവിടെ കിട്ടിയില്ല കൺഫർമേഷൻ, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ വീണ് ഇവിടെ നോക്കാം. ഈ ക്യാൻഡിൽ
ഇല്ലേ? ഈ ക്യാൻഡിൽ കറക്റ്റ് എൻട്രിയാണ്, ബിഗിനറിനാണെങ്കിലും കറക്റ്റ് ഒരു എൻട്രിയാണ്. അതിനുശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും നാണ്ട് കിടക്കുന്നു നേരെ താഴോട്ട്. അപ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു, വലിയ പ്രോഫിറ്റുകളുടെ മെസ്സേജ് സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ കണ്ടു. ഓക്കെ, അതെല്ലാം പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇന്നും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേങ്കിൽ പറയുമ്പോൾ എത്ര സമയമാകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ 35 മിനിറ്റ് വായിലെ വെള്ളം പറ്റിച്ച് ഒരു വീഡിയോ ചെയ്തു, പക്ഷേ അത് ആവറേജ് വ്യൂ കണ്ടത് 12 മിനിറ്റാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം എത്ര പേര് ഫുള്ളായിട്ട് വീഡിയോ കാണുന്നുള്ളത്. ഓക്കെ, അത് പഠിക്കേണ്ടവർ കാണട്ടെ, നമുക്ക് ആരെ നിർബന്ധിക്കാനൊന്നും താല്പര്യമില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ടിറങ്ങി വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26.011 ഇവിടം വരെയുള്ളായിരുന്നു എനിക്ക്. 26.011 വരെയുള്ള വ്യൂവേ എനിക്കുള്ളൂ, അവിടം വരെ ഉള്ളൂ എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇതിന് ശേഷം വീഴുന്ന എനിക്കല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. ഇവിടെ ഞാൻ വന്നപ്പം എനിക്ക് ഫ്രീ പൊസിഷനായിരുന്നു, എൻ്റെ ഈ പൊസിഷനൊന്നും ഇല്ലായിരുന്നു. ഏകദേശം 12:30 ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പൊസിഷനെല്ലാം ക്ലോസ് ചെയ്തു, വെറുതെ നോക്കിയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴെ പോയി, 100-120 പോയിൻ്റ് താഴെ പോയി. പക്ഷേ അതെൻ്റെ വിഷയമല്ല, എനിക്ക് വേണമെങ്കിൽ സമർത്ഥിക്കാം. അങ്ങോട്ടല്ലേ ഇവിടം വരെ കിട്ടിയില്ലേ എന്നൊക്കെ പറയാം. പക്ഷേ ഇല്ല, എനിക്ക് ഇവിടം വരെ ഉള്ളായിരുന്നു. എൻ്റെ കൺവിഷൻ 26.0 ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുന്നതാണ്. ഞാൻ വോയിസ് കിട്ടും, ഇവിടുന്ന് മാർക്കറ്റ് ഒരു പക്ഷേ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇല്ല, തിരിച്ച് കയറിയില്ല. മാർക്കറ്റ് നേരെ വീണ്ടും ഫോളോ വന്നു, അടുത്ത ലെവലിലെത്തി 25,932. അതിനുശേഷം മാർക്കറ്റ് കുറേ ഇവിടെ ആടി കളിച്ചതിന് ശേഷം ഒരു റിവേഴ്സൽ കിട്ടി വീണ്ടും നമ്മുടെ ഈ ലൈനിലാണ് മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. എങ്കിലും 26.060 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 25,960 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഏകദേശം ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഒരു റിവേഴ്സൽ സിഗ്നൽ തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഇവിടുന്ന് നമുക്കൊരു റിവേഴ്സൽ സിഗ്നൽ തന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടണം. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ 26.011 മുകളിൽ ഓപ്പൺ ചെയ്ത് കിട്ടണം. എന്തായാലും നാളെ 26.011 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ മോളോട്ട് നമുക്ക് ട്രേഡ് ഉള്ളൂ. വളരെ ക്ലിയറായിട്ട് ഞാൻ പറയുവാണ്, 26.011 ബ്രേക്ക് ചെയ്ത് മോളിൽ പോയെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകണം. അല്ലെങ്കിൽ ഇവിടെയാണ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. 26.011 മുകളിലോട്ട് മാത്രമേ നമുക്ക് മോളോട്ടുള്ള ട്രേഡ് ഉള്ളൂ. ഓക്കെ, താഴോട്ടാണെന്നുണ്ടെങ്കിലോ 25,876 ബ്രേക്ക് ചെയ്യണം. 25,876 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ട്രേഡ്. അപ്പോൾ നാളെ വളരെ നിർണായകമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പം 2-3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. റിലയൻസ് ഫ്ലാറ്റായിരുന്നു, അല്ലേ? റിലയൻസ് ഫ്ലാറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് എങ്ങോട്ടും പോയില്ല. റിലയൻസ് അവിടെ തന്നെ നിന്നു. HDFC ബാങ്കും ICICI ബാങ്കും ഞാൻ ലെവലുകൾ അന്നേരം ഗ്രൂപ്പിലിട്ടായിരുന്നു. ഈ ഒരു 1004 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഫേസ് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു ഫോൾ കിട്ടി. ഈ ഫോളിനനുസരിച്ചാണ് മാർക്കറ്റ് വീണുകൊണ്ടത്. പിന്നെ തിരിച്ച് കയറാൻ ശ്രമിച്ചു, വീണ്ടും വീണു. ഇതുപോലെ തന്നെ ICICI ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ഈ 13.93 വരെ പോയി, അതിനുശേഷം അവിടുന്ന് വീണ്ടും ഒരു ഫോള് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിനെ താഴോട്ട് വലിക്കാനുള്ള പ്രധാനപ്പെട്ട സംഭവം. പിന്നെ അത് മാത്രമല്ല, ഇൻഫീം TCSും പോസിറ്റീവായിരുന്നു രാവിലെ. പക്ഷേ അവരും എന്ത് ചെയ്തു? ഇതാ നോക്കിക്കണ്ടോ, ഫോളിനുള്ള കാരണങ്ങളായി കാണുന്നത്. രാവിലെ പോസിറ്റീവായിരുന്നു, നല്ല രീതിയിൽ 1630 റേഞ്ചിൽ നിന്ന സാധനമാണ് നേരെ തിരിച്ച് 1608 ക്ലോസ് ചെയ്തത്. നല്ലൊരു ഫോള് കിട്ടി. ഇതൊക്കെ ഇൻഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT സ്റ്റോക്കിൽ വലിയ ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്, നിഫ്റ്റിയിലെ ഹെവി വെയിറ്റേജ് ആണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നാണ് മാർക്കറ്റിനെ ആരും ഒന്ന് പിടിച്ചു നിന്നില്ല. റിലയൻസ് മാത്രം ഫ്ലാറ്റായിട്ട് നിന്ന് ബാക്കി എല്ലാവരും താഴോട്ട് തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളാണ് നമ്മളിവിടെ കണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇൻഡിഗോയുടെ വീഴ്ച ഒരു 8%, 9% ഒക്കെ ഡെയിലി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അലവലികൾ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. നമുക്ക് നാളെ 26.0 മുകളിൽ ഓപ്പണിംഗ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് പറയാൻ പറ്റത്തുള്ളൂ. മറ്റേനാൾ ഫെഡ് റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്ന ദിവസമാണ്. മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25% കട്ട് ചെയ്യുമെന്നാണ്. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അമേരിക്കൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അലവലികൾ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയും രാവിലെ ഒന്ന് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും
രാവിലെ ഒന്ന് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു ഇവിടെ കുറച്ച് നേരം. അതിനുശേഷം നേരെ ഒരു വൺ വേ റാലിയായിരുന്നു. നേരെ താഴോട്ട് പോരുമായിരുന്നു. കാരണം HDFCയും ICICIയും കോട്ടക് ബാങ്കും എല്ലാവരും ഒന്നിച്ച് സഹകരിച്ചുള്ള പരിപാടിയായിരുന്നു. നോക്കിക്കേ, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBIനൊക്കെ 15 പോയിൻ്റ് വീണു. ചില്ലറ കളിയല്ല. കോട്ടക് ബാങ്ക് 23 പോയിൻ്റ് വീണു, ആക്സിസ് ബാങ്ക് 8 പോയിൻ്റ് വീണു. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ബാങ്ക് നിഫ്റ്റിയെ നേരെ താഴോട്ട്. കാരണം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്, 60,000 അടിച്ച് ആ റേഞ്ചിൽ നിൽക്കുന്ന സാധനമാണ്. അപ്പം എന്തായാലും ഇത് പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അല്ലേ. അപ്പം വേറൊരു കാര്യം ഇനിയും പറയാനുള്ളത്, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മിഡ് ക്യാപ്പിൻ്റെ കാര്യം. മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഞാൻ കുറേ ദിവസങ്ങളുകൊണ്ട് പറയുന്നു. ഏതെങ്കിലും രീതിയിൽ കാരണവശാൽ മിഡ് ക്യാപ്പിനകത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടിമേടിക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെപ്പറ്റി ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് സംസാരിച്ചു. നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ PSEയും ഹീറോ മോട്ടോകോപ്പിനെ നോക്കണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡയലോഗ് കൂടെ പറഞ്ഞു. ഹീറോ മോട്ടോകോപ്പിനെ നിങ്ങൾ നോക്കുക. ഞാൻ വളരെ ഡെയിലി ചാർട്ടൊക്കെ എടുത്ത് ഞങ്ങളെ കാണിച്ചാൽ ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം. കൊടിമരം പോലെ ഈ സാധനം പോവാണ്, എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞ് വീഴാമെന്ന് പറഞ്ഞു. ഇന്ന് എന്തായാലും ഹീറോ മോട്ടോകോപ്പ് ഒടിഞ്ഞ് വീണ് 183 പോയിൻ്റ് ഇന്ന് ഫോൾ കിട്ടി. ആ ഒരു ഫോളിൻ്റെ ബലത്തിലാണ് ഇന്ന് നമ്മുടെ മിഡ് ക്യാപ്പ് അടപടൽ താഴെ പോയത്. കാരണം ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ് BSEയും ഹീറോ മോട്ടോകോപ്പ്. ഇവർ രണ്ടുപേരും ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ് മിഡ് ക്യാപ്പിനകത്തിൽ. അതിൽ 183 പോയിൻ്റ് ഹീറോ മോട്ടോകോപ്പ് വീണെന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. മനസ്സിലായില്ലേ. BSEയും 17, ഇത് BSE 50 പോയിൻ്റ് അപ്പ് പോയതാണ്. 50 പോയിൻ്റ് അപ്പ് പോയി നമ്മുടെ വര 2907 റെസിസ്റ്റൻസ് എടുത്ത് ഫേസ് ചെയ്ത് അവിടുന്ന് റിജക്ഷൻ വന്ന് നേരെ വൺ വേ റാലിയായിരുന്നു നേരെ താഴോട്ട്. പോസിറ്റീവ് 50 നിന്നാണ് മിഡ് ക്യാപ്പ് BSE നെഗറ്റീവ് 17 ക്ലോസ് ചെയ്തത്. മനസ്സിലായി, ഒരു വൺ വേ റാലിയായിരുന്നു. അതുപോലെ തന്നെ ഹീറോ മോട്ടോകോപ്പും അതേമാതിരിയുള്ള ഫോളാണ് മിഡ് ക്യാപ്പിനകത്ത് കിട്ടിയത്. അപ്പോൾ ഇത് എത്ര പേർക്ക് മിഡ് ക്യാപ്പ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി നിങ്ങൾ പറയുക. വളരെ സിമ്പിളായിരുന്നു ട്രേഡ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇടയ്ക്ക് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമല്ല, വാശം ഒരു എന്താ പറയുന്നത്, വെട്ടിയിട്ട വാഴ പോലെ നേരെ താഴോട്ട് പോരുമായിരുന്നു. എന്തായാലും താഴോട്ട് വന്ന് നമ്മുടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിൽക്കുകയാണ് 13,783. അപ്പോൾ ഇതൊരു മേജർ സംഭവമാണ്. നാളെ ഇതിന് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ ട്രേഡ് ഉള്ളൂ, അപ്സൈഡ് ട്രേഡ്. ഇല്ലെങ്കിൽ 13,644 കാണും. അത് കണ്ട് അതിന് ശേഷം താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീഴ്ച വീഴും മിഡ് ക്യാപ്പ്. കാരണം ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്, ഒരു മര്യാദയില്ലാതെ കയറിപ്പോയതാണ്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരികയും വേണം. അപ്പം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. ഇതൊക്കെ ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പം നാളെ മാർക്കറ്റിന് വളരെ നിർണായകമാണ്. എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിലത്തെ ഡൗ ജോൺസിൻ്റെ പെർഫോമൻസ് കൂടെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. ഡേറ്റ ഇതുവരെയായിട്ടും വന്നില്ല. ഡേറ്റയുടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുവരെ ഈ ചെയ്യുന്നതിന് വരെ ഡേറ്റ വന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നാളെ നോക്കാം. രാവിലത്തെ വോയിസിനകത്തിൽ കൃത്യമായിട്ട് ഞാൻ പറയാം കറക്റ്റ് നമ്മുടെ ഒരു ഗതിവിഗതി എന്താണ്. ഞാൻ എന്തായാലും 26.015 അത് നിങ്ങൾ കണ്ണടച്ച് മാർക്ക് ചെയ്തിട്ടു. 26.015 മോളിൽ മാർക്കറ്റ് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഓക്കെ, അപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ന്യായം പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ധാരാളം ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ മെസ്സേജുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. പക്ഷേങ്കിൽ ഇത് എന്നും നിലനിർത്തി പോകുക എന്നുള്ളതാണ്. ഓവർ ട്രേഡ് ചെയ്യാതെ ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അത് മേടിച്ച് പോക്കറ്റിട്ടുണ്ട് മാറി നിൽക്കാൻ നോക്കുക. കഴിവതും 11 മണിയാകുമ്പോഴത്തേക്കും ട്രേഡ് അവസാനിപ്പിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്ന് പഴിച്ച് പോവാം. ഓക്കെ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.